എം.ടി. രമേശിൻ്റെ ഭാര്യയ്ക്ക് ഹൈക്കോടതിയിൽ പിൻവാതിൽ നിയമനം കിട്ടിയിരിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളൊന്ന് കാണണം. കേരളത്തിലെ സംഘപരിവാറുകാരും കോൺഗ്രസ്സുകാരും ചെയ്യുന്ന എന്ത് നെറുകെട്ട പ്രവർത്തനത്തെയും ദൃശ്യമാധ്യമമായിക്കോട്ടെ പത്രമാധ്യമങ്ങളായിക്കോട്ടെ എങ്ങനെയാണ് ഒളിച്ചു പിടിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഉദാഹരണം കണ്ടാൽ മതി. ഇന്നത്തെ മനോരമ പത്രമാണ്. അതിൽ എം.ടി. രമേശിൻ്റെ ഭാര്യയ്ക്ക് പിൻവാതിൽ നിയമനം കിട്ടിയ വാർത്ത എങ്ങനെയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നോക്കി. അഡ്വക്കേറ്റ് O.M. ശാലിന, ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ. ആരാണ് ശാലിനയെന്നോ എന്താണ് ശാലിനയെന്നോ ആർക്കും അറിയില്ല. എന്നിട്ട് ആ വാർത്തയിലേക്ക് നിങ്ങൾ പോകൂ. കൊച്ചി ഹൈക്കോടതിയിലെ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി അഡ്വക്കേറ്റ് O.M. ശാലിനയെ നിയമിച്ചു. ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിക്കുന്നവർ DSG ആണ്. ആദ്യമായാണ് ഒരു വനിതയെ ഈ പദവിയിൽ നിയമിക്കുന്നത്. കേന്ദ്ര നിയമ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ നിന്ന് കൊമേഴ്സിലും എറണാകുളം ലോ കോളേജിൽ നിന്ന് നിയമത്തിലും ബിരുദമെടുത്തു. 99 അഭിഭാഷകയായി എൻറോൾ ചെയ്തു. 2015 ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ അഭിഭാഷകയായി. 2021 സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ സീനിയർ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമിതയായി. ഷൊർണൂർ ഒറോംപാടത്ത് O.K. മുകുന്ദൻ്റെയും സാവിത്രിയുടെയും മകളും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി M.D. രമേശിൻ്റെ ഭാര്യയുമാണ്. ഇടപ്പള്ളി അമൃത സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി ജോലയാണ് മകൾ. കണ്ടല്ലോ, ഈ M.D. രമേശ് എന്നുള്ളത് ഏറ്റവും താഴെ ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ ഒരു ചെറിയ വാചകമായി കൊടുത്തിട്ടുണ്ട്. നേരെ മറിച്ച് ഇതേതെങ്കിലും CPM നേതാക്കന്മാരുടെ ഭാര്യയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും ഇതിൻ്റെ തലക്കെട്ട് പ്രത്യക്ഷപ്പെടുക? CPM നേതാവിൻ്റെ ഭാര്യ O.M. ശാലിനയ്ക്ക് ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ എന്നായിരിക്കും മനോരമയുടെ ക്യാപ്ഷൻ വരാറ്. പക്ഷേ M.D. രമേശിൻ്റെ ഭാര്യയാകുമ്പോൾ സ്വാഭാവികമായിട്ട് M.D. രമേശ് എന്ന പേര് അങ്ങ് മുക്കും. അത് ഹൈലൈറ്റ് ചെയ്യപ്പെടില്ല. കാര്യം എന്താണ്? M.D. രമേശിനെ നമ്മൾ സംരക്ഷിക്കേണ്ട തറവാട്ട് വിഭാഗത്തിൽപ്പെട്ടതാണ്, ജാതി വിഭാഗത്തിൽപ്പെട്ടതാണ്, രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ടതാണ്. രാഷ്ട്രീയം വെച്ചും മതം വെച്ചും ജാതി വെച്ചൊക്കെ കേരളത്തിലെ പത്രങ്ങൾ കൊടുക്കുന്ന ചില പ്രത്യേക പ്രിവിലേജുകളാണ് ഇതിലൂടെ തുറന്നു കാട്ടപ്പെടുന്നത്. പക്ഷേ ഇതിൽ ഏതിൽപ്പെട്ടാലും അവരുടെ രാഷ്ട്രീയം ഇടതുപക്ഷമാണെങ്കിൽ ഈ പ്രിവിലേജ് ഒന്നും കിട്ടത്തില്ല. അല്ലെങ്കിൽ യാതൊരു മാനദണ്ഡവുമില്ലാതെ ഒരു വ്യക്തിക്ക് 2015 തന്നെ കേന്ദ്ര അഭിഭാഷകയായിട്ട് നിയമിതയാകുകയാണ്. എന്താണ് അവർക്കത് കിട്ടാനുള്ള യോഗ്യത? അവരോടൊപ്പം പഠിച്ച എത്രയോ പേർ ആ ബാച്ചിലുണ്ടായിരുന്നു. അവർക്ക് ആർക്കും കിട്ടാത്ത ഒരു പ്രയോറിറ്റി എന്താണ് ശാലിനിക്കുണ്ടായിരുന്നത്? ഇത് മാത്രം ആലോചിച്ചാൽ മതി. എന്തെങ്കിലും എഴുത്ത് പരീക്ഷയോ മറ്റെന്തെങ്കിലുമൊക്കെ പാസ്സായിട്ടാണോ വന്നിരിക്കുന്നത്? അല്ല, എല്ലാം കിട്ടിയിരിക്കുന്നത് നേതാവിൻ്റെ ഭാര്യയാണെന്നുള്ള ഒറ്റ ലേബലിൽ. ഇതല്ലേ യഥാർത്ഥ പിൻവാതിൽ നിയമനം? എഴുത്ത് പരീക്ഷകളോ അഭിമുഖങ്ങളോ ഒക്കെ പേരിന് നടത്തിയിട്ട് നേരെ നിയമനങ്ങൾ അങ്ങ് നടത്തുകയാണ്. അവർക്കിതൊക്കെ ആകാം. പക്ഷേ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു ചെറിയ നിയമനങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനെ ഏതെല്ലാം രീതിയിൽ വക്രീകരിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും നേരെ മറിച്ച് സംഘപരിവാറുകാർക്കോ കോൺഗ്രസ്സുകാർക്കും ലീഗന്മാർക്കും ഗവർണർ സെനറ്റിലൊക്കെ പ്രത്യേക പദവി കൊടുക്കുമ്പോൾ അതൊന്നും പിൻവാതിൽ നിയമനമേ അല്ല. അവർക്കൊക്കെ മാത്രമേ ഇത് ചെയ്യാവൂ. ഇടതുപക്ഷക്കാർ ചെയ്താൽ ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ അതിനെ വെച്ചിട്ട് വല്ലാത്ത തെറ്റിദ്ധാരണ ഉണ്ടാക്കും. ഇതല്ലേ ഇരട്ടത്താപ്പ്? ഇതാണോ മാധ്യമ പ്രവർത്തനം? ചെയ്യുന്നെങ്കിൽ എല്ലാവരുടെ കാര്യത്തിലും ഒരുപോലെ ചെയ്യണം. അപ്പോൾ പക്ഷമുണ്ട്, വരുമാനമുള്ളവരുണ്ട്, താല്പര്യമുള്ളവരുണ്ട്. ഇതാണ് കേരളത്തിൽ ഇന്ന് നടക്കുന്ന മാധ്യമ പ്രവർത്തനമെന്ന് നിസ്സംശയം തുറന്നു കാട്ടുകയാണ്.